ഇന്ന് വളരെ വ്യത്യസ്തമായി പുറത്തിരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെറുതെ പുറത്തിറങ്ങിയതാണ്. അപ്പൊ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാമെന്ന്. അപ്പൊ നമ്മൾ ഇപ്പോഴും സ്റ്റിൽ മെറ്റേണിറ്റിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊരു വാസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പോസ്റ്റ് പാർട്ടം കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂട്രൈൻ അറ്റോണി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എ പുവർലി കോൺട്രാക്റ്റഡ് യൂട്രസ് ദാറ്റ് ഡസ് നോട്ട് അഡിക്വേറ്റ്ലി കംപ്രസ് ലാർജ് ഓപ്പൺ വെസൽസ് at the placental site. This can result in hemorrhage. Okay, poorly contracted uterus ആണ് യൂട്രൈൻ അറ്റോണി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഓപ്പൺ ആയിട്ടുള്ള വെസൽസ് തിരിച്ച് ക്ലോസ് ആവുകയില്ല, അത് ഹെമറേജിലേക്ക് നയിക്കുകയും ചെയ്യും. ഓക്കെ, അസസ്മെന്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ പാൽപേഷൻ എ സോഫ്റ്റ് ബോഗി യൂട്രസ് നോട്ടഡ് ഓൺ പാൽപേഷൻ ഓഫ് ദ യൂട്രസ് ഫണ്ടസ്. ഓക്കെ, നമ്മൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജ് ദ യൂട്രസ് അണ്ടിൽ ഫേം. ഓക്കെ, empty the uterine bladder, notify the HCP. If intervention does not dissolve the artery because this could be an indication of hemorrhage. ഇതൊരു ചെറിയ ടോപ്പിക് ആയിരുന്നു യൂട്രൈൻ അറ്റോണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹെമറേജ് ആൻഡ് ഷോക്ക്. ഓക്കെ, നമ്മൾ പറഞ്ഞു യൂട്രൈൻ അറ്റോണി എന്ന് പറയുന്നത് ഹെമറേജിനും പിന്നെ ഷോക്കിനും ഒക്കെ ഒരു റീസൺ ആണ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹെമറേജ് ആൻഡ് ഷോക്ക്. അത് നിങ്ങൾക്കറിയാം, എ ബ്ലീഡിംഗ് ഓഫ് 500 ml ഓർ മോർ ദാൻ ആഫ്റ്റർ ഡെലിവറി ആണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുന്നത്. അത് എപ്പോഴൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 24 hours അല്ലെങ്കിൽ ലേറ്റർ ആഫ്റ്റർ 24 hours ഇതിനെയാണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുന്നത്. അസസ്മെന്റ് എന്തൊക്കെയാണ് കാണുന്നത്? ബ്ലീഡിങ് കാണും. പെരിനിയൽ പാഡ് വിത്തിൻ 15 minutes സൂൺ ആഫ്റ്റർ ഡെലിവറിയിൽ സോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഹെമറേജ് സസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവാം, ടക്കിക്കാർഡിയ ഉണ്ടാവാം, ലോ BP ഉണ്ടാവാം. ഓക്കെ, രണ്ടും വേഴ്സേഴ്സ് ആണ്. ടക്കിക്കാർഡിയയും BP ലോ ആവുകയുമാണ് ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റിന് വീക്ക്നെസ് കാണും. ഓക്കെ, എന്തൊക്കെയാണ് ഇന്റർവെൻഷൻസ്? എത്രയും പെട്ടെന്ന് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ ഇൻഫോം ചെയ്യണം. അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ വിത്ത് ദ ക്ലൈന്റ്. നമ്മൾ ആരാണോ ആദ്യം നോട്ടിഫൈ ചെയ്തത് അല്ലെങ്കിൽ അസൈൻഡ് സ്റ്റാഫ്, സ്റ്റേ വിത്ത് ദ ക്ലൈന്റ് ആൻഡ് ആസ്ക് ഹെൽപ്പ് അതർ നഴ്സ് ടു കോണ്ടാക്ട് HCP. അതായത് ഇപ്പൊ ബ്ലീഡിങ് സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ബ്രെഡികാർഡിയ നമ്മളെ ലോ BP ഒക്കെ കണ്ടു കഴിഞ്ഞു, നമ്മൾ ആസ് ഇറ്റ് ഈസ് പേഷ്യന്റിനെ ആ റൂമിൽ ലീവ് ചെയ്തിട്ട് നമ്മളെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ കോണ്ടാക്ട് ചെയ്യാൻ പോവാതെ നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുക. നിങ്ങൾക്കറിയാം, കോഡ് ബ്ലൂ അല്ലെങ്കിൽ പേഷ്യന്റ് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആദ്യം പറയുന്നത് എന്താണ്? നമ്മൾ സീനിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത ഒരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, ഇഫ് ദ യൂട്രസ് എറ്റോണിക് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യണം, കാരണം ഹൈപ്പോക്സിയിൽ പോവാനുള്ള സാധ്യതയുണ്ട്. അതായത് 8 to 10 liters ആണ്. ഒന്നിൽ നമുക്ക് നേസൽ കാനുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ റീബ്രീത്തർ മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വിമനെ ഒരു സൈഡിലോട്ട് നമുക്ക് ടീറ്റ് ചെയ്ത് കിടത്താം, അല്ലെങ്കിൽ നമുക്ക് ഹിപ്പ് ഒന്ന് എലിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഗ് ഒന്ന് എലിവേറ്റ് ചെയ്യാം. ഓക്കെ, 30 ഡിഗ്രിയിലാണ് മാക്സിമം ലെഗ് ഒക്കെ എലിവേറ്റ് ചെയ്യാവൂ. പിന്നെ ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്റ്റർ യൂറിട്രോണിക് മെഡിക്കേഷൻസ്, അതായത് ഓക്സിറ്റോക്സിൻ, പ്രോസ്റ്റോഗ്ലാൻഡിൻസ്. പിന്നെ നമ്മൾ വൈറ്റൽ സൈൻസ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം. പിന്നെ RL അല്ലെങ്കിൽ നോർമൽ സലൈൻ ആണ് നമ്മൾ IV ഫ്ലൂയിഡ് ആയിട്ട് നമ്മളെ പേഷ്യന്റിന് പുഷ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് അഡ്മിനിസ്റ്റർ ചെയ്യണം. പിന്നെ ഇൻഡ്വെല്ലിംഗ് യൂറിനറി കത്തീറ്റർ ഇടണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൂയിഡ്സ് എല്ലാം കൂടെ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പം പേഷ്യന്റിന് ബ്ലാഡർ ഫുൾ ആവും അല്ലേ. അപ്പൊ ബ്രെഡികാർഡിയ, ലോ BP ഒക്കെ ഉള്ള പേഷ്യന്റിനെ എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് ഓരോ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോവുക. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ടിന്റെ നമുക്ക് കൃത്യമായ ഒരു കണക്കും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഇതുകൊണ്ടൊന്നും ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ചില പേഷ്യൻസിന് ഹിസ്റ്ററക്ടമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോസിബിൾ സർജറി ചെയ്യാറുണ്ട്.
അല്ലെ, ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലഡ് വെസൽ ഏതാണോ ബ്രേക്ക് ആയിരിക്കുന്നത് അത് ക്ലോസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് ഹിസ്റ്ററക്ടമി ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 കോംപ്ലിക്കേഷൻസ് ആണ് ഇന്നത്തെ എന്റെ ക്ലാസ്സിൽ, യൂട്രൈൻ അറ്റോണി, ഹെമറേജ് അല്ലെങ്കിൽ ഷോക്ക്. അപ്പം ഇത്രയുമാണ് പോസ്റ്റ്മോർട്ടം കോംപ്ലിക്കേഷൻസിലുള്ള 2 ടോപ്പിക് എന്ന് പറയുന്നത്. 3-4 ടോപ്പിക് കഴിയുമ്പോഴത്തേന് നമുക്ക് ന്യൂ ബോൺ അസസ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും പ്രോസസ് ഒക്കെ ചെയ്ത് എൻക്ലെക്സ് പഠിക്കാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട്, ഈ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ടിഷാനു ഫ്രം ജോ ആൻഡ് ജോ അക്കാഡമി.